കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്കൂളൊക്കെ വിടുന്ന സമയമാണ്. ഞാനൊരു വിദ്യാർത്ഥിയെ തേടി ഇറങ്ങിയതാണ്. ഒരു വിദ്യാർത്ഥിയെ തേടി ഇറങ്ങുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണ്ടേ. ആരാണ് ആ വിദ്യാർത്ഥി എന്ന് നമുക്ക് കണ്ടറിയാം. ചേട്ടാ, ഞങ്ങളൊരു വിദ്യാർത്ഥിയെ തപ്പി ഇറങ്ങിയതാ. വിദ്യാർത്ഥിയെ അറിയോ? അറിയാം. നമ്മുടെ ഓട്ടോ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? എവിടെ ഉണ്ട് ഓട്ടോ സ്റ്റാൻഡിലുണ്ട്. കുറ്റിക്കോൽ ഓട്ടോ സ്റ്റാൻഡിലെ കുറേ ഓട്ടോ ചേട്ടന്മാർ ഇവിടെ സൗഹൃദം പങ്കിടുന്നുണ്ട്, സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ വിദ്യാർത്ഥി ഉണ്ടെന്നാണ് പറയുന്നത്. ചേട്ടാ, വിദ്യാർത്ഥി ഉണ്ടോ? വിദ്യാർത്ഥിയുണ്ട്. ഇതാണോ? പിന്നെ ഇതല്ലേ ഇതൊരു വിദ്യാർത്ഥിയാണ്, പക്ഷെ ഞങ്ങളെ മുതിർന്ന വിദ്യാർത്ഥി ഇതാണോ? ഞാൻ പ്രായം കുറഞ്ഞ ആളെന്നാണ് നമ്മുടെ പ്രേക്ഷകരൊക്കെ വിചാരിച്ചത്. എന്താ ചേട്ടാ, വിദ്യാർത്ഥി പേരാണോ? അതെ, എൻ്റെ പേര് വിദ്യാർത്ഥി. ഒരു കൗതുകമാണല്ലോ. എങ്ങനെ അച്ഛനിട്ട പേരല്ലേ? അച്ഛനോട് ചോദിച്ചിരുന്നോ വിദ്യാർത്ഥി എന്ന് പേരിടുമ്പോൾ എന്താണ് അങ്ങനെ പേരിട്ടെന്നൊക്കെ? ഇല്ല, അച്ഛനോട് ചോദിക്കലില്ലല്ലോ. ഇപ്പോൾ പേരെന്താ ഇട്ടേന്ന് ചോദിക്കില്ലല്ലോ നമ്മളെ പണ്ട് കാലത്തൊന്നും. പിന്നെ വേറെ പ്രത്യേകിച്ചിട്ട് എന്തോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാലും വിദ്യ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അർത്ഥം തോന്നുന്നത്. ചേട്ടനിപ്പോൾ എത്ര വയസ്സായി? 52 കഴിഞ്ഞു. 52 വയസ്സായി. നമ്മൾ ഈ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ, പിന്നെ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ആളുകളൊക്കെ കാണുമ്പോൾ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു കൗതുകം എല്ലാവരും കാണിക്കുന്നുണ്ടോ? ചില ആൾക്കാർ ഇതിനെ ഇൻസൾട്ട് ചെയ്തിട്ട് പറയും, വിവരമില്ലവർ ഇതിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയും. അത്ഭുതമായിട്ട് ഒരു പ്രത്യേകതരം പേരല്ലേ എന്ന് പറഞ്ഞിട്ട്. അത് രണ്ടും ഒരു സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. ഉണ്ട്. ഇൻസൾട്ട് ചെയ്യുമ്പോൾ ദുഃഖമുണ്ട്. ഈ പഠന സമയത്തൊക്കെ ടീച്ചർമാർ വിദ്യാർത്ഥി എന്നല്ലേ വിളിക്കുക? വീട്ടിലെല്ലാം വിദ്യാർത്ഥി തന്നെയാണ്. വേറെ വീട്ടിലായാലും വിദ്യാർത്ഥി തന്നെ. പരിചയക്കാരും വിദ്യാർത്ഥിയായിട്ടാന്ന് വിളിക്കും. ഇവിടെ കുറേ ആളുകളുണ്ട് അല്ലേ? നിങ്ങളൊക്കെ സൗഹൃദമുള്ള ആളുകളായിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. ഈ വിദ്യാർത്ഥി തന്നെയാണോ എല്ലാവരും വിളിക്കാറ്? നല്ലൊരു അപൂർവമായ ഒരു പേരല്ലേ ഇതല്ല. വേറെ ആർക്കും അങ്ങനെ കേട്ടിട്ട്. ആകെ ഇവിടെ കുറ്റിക്കോല ഇല്ലു വിദ്യാർത്ഥി, എപ്പോഴും വിദ്യാർത്ഥിയാണ്. ചെറുപ്പം മുതലേ വിദ്യാർത്ഥി, ഇപ്പോഴും വിദ്യാർത്ഥി.